ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ബെൽ, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ഈ ബ്രെഡ് പോഹ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഹീറ്റ്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നോർമൽ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കായപ്പൊടി ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചുവന്ന മുളക് ചേർക്കാം. അതൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നത്. ഫ്രഷ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഗ്രീൻ പീസ് ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കടലയാണ്. വറുത്ത് വെച്ച കടലയാണ്. അത് ആദ്യം നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഉപ്പും. ഇത് രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രെഡ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ കുടഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലേക്ക് പച്ചമുളകും മല്ലിയില അരിഞ്ഞതും ചേർക്കാൻ പോവാണ്. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ആയിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.